2025 ആരംഭിച്ചതോടെ ഒരുപാട് വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം തന്നെ മനസ്സിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു വാർത്ത. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ആ സംഭവം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളെല്ലാം ഞെട്ടി ഒരു വഴിയായിരിക്കുകയാണ്. അതുപോലത്തെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ എല്ലാവരും കേരളത്തിലുള്ള എല്ലാവരും പറയുന്നത് ഉത്തരേന്ത്യയിൽ എന്തൊക്കെ ന്യൂസുകളാണ് വരുന്നത്, നമ്മൾ കേരളമാണ് സേഫ് എന്ന് പറയും. പക്ഷെ അല്ല, നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ അവർ നോക്കുന്നത് എന്ത് വാർത്തയാണ് കേരളത്തിൽ നിന്ന് വരുന്നതെന്ന്. വെറും 23 വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ ഒരു വീട്ടിൽ സ്വന്തം അമ്മയെയും അനിയനെയും സ്നേഹിച്ച പെണ്ണിനെയും അച്ഛൻ്റെ അമ്മയെയും സഹോദരൻ്റെ ഭാര്യയൊക്കെ കൊന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ വയ്യ. ഒരു ദിവസം രാവിലെ 10 മണി തൊട്ട് 6 മണി വരെ നടന്ന സംഭവമാണ് ഈ പറയുന്നത്. അതായത് ഒരാൾ വെറു പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് കൊല്ലനായിട്ട്. ഈ ഓരോ വീടുകൾ തമ്മിലും അത്യാവശ്യം ദൂരമുണ്ട്. 16 17 ഒക്കെ കിലോമീറ്റർ ദൂരമുള്ള വീടുകളാണ്. അപ്പം ഒരിടത്തു നിന്ന് കുറച്ച് പേരെ 2-3 പേരെ കൊന്നിട്ട് അടുത്ത വീട്ടിലേക്ക് പോകുക. ഒരു ഭയങ്കര പ്ലാൻ ചെയ്തു. പക്ഷേ അധിക സമയമായില്ല ഈ ഒരു പ്ലാനിങ്ങിൽ നിന്ന് അവൻ പറയുന്നു. അതായത് ഇവൻ പറയുന്ന കാരണം ഇങ്ങനെയാണ്. രാവിലെ അവിടെ ഒരു വഴക്ക് നടന്നു. ആ വഴക്കിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന്. അതായത് അവൻ പോലീസിനോട് പറയുന്നത് ഇങ്ങനെയാണ്. വീട്ടിൽ ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ രാവിലെ വാക്കുതർക്കമുണ്ടായി. അതിനുശേഷം എങ്കിൽ ആരും ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എല്ലാവരും വീട്ടിൽ കയറി ഇറങ്ങി കൊല്ലുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ഇവൻ്റെ മൊഴിയിൽ പല രീതിയിലെ വൈരുദ്ധ്യങ്ങളുണ്ട് മൊഴിക്ക്. കാരണം ഇവൻ പറയുന്നത് ആദ്യമേ ഇവൻ്റെ വാപ്പയുടെ ഉമ്മയെ കൊന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, സ്വന്തം ഉമ്മയെയാണ് ഇവൻ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് പറയുന്നു. അതായത് ആ ഉമ്മ ഇപ്പോഴും മരിച്ചിട്ടില്ലെന്ന് പറയുന്നു. പക്ഷേ പല ന്യൂസുകളും പറയുന്നു ആ ഉമ്മ മരിച്ചു എന്നും പറയുന്നു. എന്തായാലും ആ ഒരു ഉമ്മയെയാണ് ഇവൻ ആദ്യമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ആദ്യമേ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. ശേഷം തലക്കടിച്ചു, ബോധം കെടുത്തി ആ ഒരു മുറിക്കകത്തിട്ട് അടച്ചു, പൂട്ടിട്ടാണ് ഇവന് നേരെ ആ വാപ്പയുടെ ഉമ്മയെ കൊല്ലാൻ പോകുന്നത്. ശേഷം അവിടെ പോയി ആ ഒരു ഉമ്മയെ കൊന്നു. വാപ്പയുടെ ഉമ്മയെ കൊന്ന ശേഷം ആ ഉമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും ഇവൻ എടുത്തുകൊണ്ട് വന്നു പണയം വെച്ചിട്ട് ശേഷം പൈസ എടുത്തു. ആ പൈസ കൊണ്ടാണ് ഇവൻ എന്തൊക്കെയോ മാരക ആയുധങ്ങൾ മേടിച്ചെന്ന് പറയുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ വല്യച്ഛൻ്റെ വീട്ടിൽ വന്നു വല്യച്ഛനെയും കൊന്നു, വല്യമ്മയും കൊന്നു. അതിനുശേഷം വീണ്ടും വീട്ടിലേക്ക് വന്നു. ഈ പറഞ്ഞ കാമുകിയെ പാവം വീട്ടിൽ വിളിച്ച് വരുത്തി അവളെയും കൊന്നു. എന്തിനാണ് ഇങ്ങനെ? ഇപ്പം അവന് കടമുണ്ടെങ്കിൽ ആ പിടിച്ച പെണ്ണ് എന്തിനാണ് കൊന്നത്? ആ കൊച്ച് എവിടെയെങ്കിലും പോയി ജീവിച്ചേനെ. നല്ലൊരു പഠിക്കുന്ന കൊച്ചാണ്. MSc കെമിസ്ട്രിക്കാണ്ട് പഠിക്കുകയാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്നൊരു കൊച്ചായിരുന്നു. അതിൻ്റെ ഭാവിയും കളഞ്ഞു. അതിനെ ഇങ്ങനെ ഒരു ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ആ പെൺകുട്ടി മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ ആംബുലൻസ് ഡ്രൈവർ പറയുന്നത് ഇങ്ങനെയാണ്. ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ ഏതോ വലിയ മാരക ആയുധം വെച്ച് വെട്ടുക കണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും വലിയൊരു ആഴത്തിലുള്ളൊരു മുറിവാണ് ആ മുഖത്ത് കാണുന്നത്. വളരെയധികം വികൃതമായി ആ മുഖം ഇരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ക്രൂരമായിട്ട് ആ കുട്ടിയെ കൊന്നു. അപ്പം ഇവനെ സ്നേഹിച്ചവരെയല്ല ഇവ കൊന്നു. പിന്നീട് ഈ പറഞ്ഞ അനിയനെ ഇവിടെ നിന്ന് പാവം കളിക്കുന്ന പയ്യനായിരുന്നു. 12-13 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക്. അവനെയും പോയി വിളിച്ചോണ്ട് വന്നിട്ട് നിനക്ക് എന്തോ കഴിക്കാൻ വേണം ചോദിച്ചിട്ടും കുഴിമന്തി വേണമെന്ന് പറഞ്ഞ ശേഷം അവനത് കഴിച്ചു. ആ കഴിച്ച ശേഷം അവനെയും കൊന്നു. ഇതേപോലെ തന്നെയാണ് ആ കുട്ടിയും പറയുന്നത്. ആ മരിച്ചു കിടക്കുന്ന പയ്യൻ്റെ മുഖത്ത് ഒരു കണ്ണില്ല എന്നുമാണ് പറയുന്നത്. അത്രയ്ക്കും മൃഗീയമായി ഇവരെല്ലാവരെയും കൊന്നു. ശേഷം ആ വീട്ടിലെ ഗ്യാസ് ഇവൻ തുറന്നു വിട്ടു. അതായത് ആരെങ്കിലും വന്ന് ഇവിടെ ഒന്ന് എന്തെങ്കിലും സ്പാർക്ക് മതിയല്ലോ. ഇപ്പോൾ സ്വിച്ച് ഇടുമ്പോഴുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് ഇട്ടോ എന്തെങ്കിലും രീതിയിലൊരു സ്പാർക്ക് ഉണ്ടായാൽ ആ വീട് ആകമാനം വലിയൊരു ദുരന്തത്തിലേക്ക് പോയേനെ. ചിലപ്പോൾ ആ പ്രദേശത്തും വലിയൊരു പ്രശ്നങ്ങളുണ്ടായേനെ. ആ രീതിയിലുള്ള കാര്യങ്ങൾ അവൻ ചെയ്തു വെച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ അവൻ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നി എന്തോ വലിയ ഡ്രഗ് അഡിക്റ്റ് തന്നെയാണ് ഇവൻ. അതല്ലാതെ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അവൻ പറഞ്ഞതുപോലെ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ ഇതുപോലെ ചെയ്തതാണെന്നൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാര്യം പെട്ടെന്ന് ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ഇങ്ങനെ ക്രൂരമായി അടിച്ചു കൊല്ലുക, അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നതിന് മുന്നേ ഇവർക്കൊക്കെ വിഷം കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ വിഷവും കൊടുത്തു, പിന്നെ തലയ്ക്കടിച്ചു, പിന്നെ ഈ പറഞ്ഞ ഗ്യാസ് തുറന്നു വിട്ടു എന്നൊക്കെ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമൊന്നും അല്ല ഈ പറഞ്ഞ പോലെ ഇത്ര ആളുകളെ കൊല്ലുക എന്ന് പറയുന്നത്. മാത്രമല്ല അവൻ ഈ കൊലപ്പെടുത്തി അവൻ്റെ ഈ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന പെൺകുട്ടി, ആ കുട്ടി പാവം ഒന്നും അറിഞ്ഞില്ല. മാത്രമല്ല ഇവൻ എന്തൊക്കെയോ സാമ്പത്തിക സഹായം ചെയ്തു എന്നും ഇവൻ്റെ വാപ്പ പറയുന്നുണ്ട്. ആ വാപ്പ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് നാട്ടിൽ 1 രൂപയുടെ കടമില്ല. അപ്പം ഇവൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. കടമുള്ളത് മൊത്തം ഗൾഫിലാണ്. അത് ആ വേഷം പല രീതിയിൽ തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്.
ഇവൻ അതൊന്നും ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ല. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പല രീതിയിൽ ഇവ സാമ്പത്തിക സഹായങ്ങൾ നേരിട്ടുണ്ട്. അതിനൊക്കെ ഈ പറഞ്ഞ വാപ്പ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇവൻ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിമറി ചെയ്യുന്നുണ്ടായിരിക്കാം. മാത്രമല്ല ഈ പഴയ രീതിയിൽ വാപ്പയുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം കിട്ടുന്നതുമില്ലായിരിക്കും. കാര്യം കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെയുള്ള പൈസ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇവന് പൈസ വേണ്ട രീതിയിൽ ദൂർത്തെറിയാൻ കഴിയുന്നില്ലായിരിക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയാണ്. ഇവന് പറഞ്ഞ പോലെ കടങ്ങളൊന്നും തീർക്കാനും വയ്യ. ഈ അച്ഛൻ ഇങ്ങനെ പൈസ അയച്ചു കൊടുത്തോണ്ടിരിക്കണം, അവനത് വെച്ച് ചിലവാക്കണം. ഇവനൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ പാടില്ല. ആരുടെയും സ്വന്തം അച്ഛൻ ഉണ്ടാക്കി വെച്ച കടങ്ങളാണെങ്കിൽ പോലും അവന് തീർക്കാൻ വയ്യ. അതാണ് എനിക്ക് തോന്നിയ കാര്യം. അതായത് ഇവനെ സ്നേഹിക്കുന്നവരല്ല ഇവൻ കൊന്നു. അതായത് അവരാരും സുഖമായിട്ട് ജീവിക്കണ്ട, ഇവന് കഷ്ടപ്പെടാനും വയ്യ. ഇവനെ കൊണ്ട് ആ കുടുംബത്തിന് ഒരു ഗുണവും ഉണ്ടാകാനും പോകുന്നില്ലായിരുന്നു. ഇവൻ ഇതൊന്നും ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ പോലും ഇവനെ കൊണ്ടൊരു ഗുണം ആ വീട്ടിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതായത് ഈ പെൺകുട്ടി ഇത്ര സ്നേഹിച്ചിട്ട് ആ പെൺകുട്ടിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായമൊക്കെ ചെയ്തിട്ടും ആ കൊച്ചിനോട് പോലും അവൻ ചെയ്ത് ഇങ്ങനെയാണ്. സ്വന്തം അനിയനെ മകനെ പോലെ കാണേണ്ട സ്വന്തം അനിയനെ അവൻ അങ്ങനെ തന്നെയാണ് ആ കൊച്ചിനെ കൊണ്ട് നടന്നിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ കൊണ്ട് നടന്നൊരു മോനെയും ഇവൻ കൊല്ലുമോ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇവൻ നല്ല ഒരു മയക്കുമരുന്നിന് ഇവൻ അടിമയാണ്. എന്തോ കൂടി ഇവൻ അടിച്ചുകൊണ്ടിരുന്നതാണ്. അത് ഈ പറഞ്ഞ വീട്ടുകാർക്കൊന്നും അറിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാർക്കും അതൊന്നും അറിഞ്ഞു കാണത്തില്ല. അപ്പോൾ അതിനുള്ള സഹായം പൈസയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ കിട്ടുന്നില്ലായിരിക്കും. ഇപ്പോൾ വാപ്പയ്ക്ക് ഈ പറഞ്ഞ പോലെ സാമ്പത്തിക ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഉമ്മയ്ക്ക് ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ചിലവും കാണും. അപ്പോൾ അവന് വേണ്ട രീതിയിലൊന്നും പൈസ കിട്ടുന്നില്ലായിരിക്കും ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വാശിക്കായിരിക്കും ഇവരെയൊക്കെ കൊന്നത്. അതിനുശേഷം അവൻ എല്ലാ ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായിട്ട് ഒരുങ്ങി വൃത്തിയായിട്ട് ബുള്ളറ്റിൽ വന്ന് ഇറങ്ങുവാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ. ഇറങ്ങുമ്പോൾ അവിടെ വെച്ച് പരിചയമുള്ള ഒരാളെ കാണുന്നു. എടാ മച്ചാൻ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുന്നു. ചെന്നിട്ട് സ്റ്റേഷൻ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കുക, അവരിപ്പം വരുന്നു പറഞ്ഞിട്ടുണ്ട്. അവൻ കയറി ചെന്നിട്ട് പറയാണ്ട് പോലീസ് സ്റ്റേഷൻ കയറി പറയുകയാണെങ്കിൽ ഞാൻ 6 വരെ കൊന്നു എന്ന്. അത് പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഈ കീയൊക്കെ കറക്കി വലിയ സ്റ്റൈലാണ് പോയെന്നാണ് ആ കണ്ടുന്ന പയ്യൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇയാൾ മയക്കുമരുന്നിന് അടിമ തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും പറയാൻ കഴിയില്ല. മാത്രമല്ല ഇയാൾ വിഷം കഴിച്ചെന്ന് പറയുന്നു, എലി വിഷം കഴിച്ചെന്ന് പറയുന്നു. മരിക്കാനാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ ചെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ വിഷം കഴിച്ചിട്ടാണ് വന്നതെന്ന്. അവൻ മരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വിഷം കഴിച്ചെന്നുണ്ടെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരെ. അപ്പോൾ ഇതിന് മുമ്പും ഇതുപോലെ ഇവൻ വിഷം കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ തെളിയണം എന്തായാലും ഇതുപോലെ അവൻ മറ്റുള്ള എല്ലാവരെയും കൊന്നു. അപ്പം ഇനി അവന് മരിക്കുകയും വേണ്ട, അവനറിയാം ജയിലിൽ പോയി കിടന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കാം. നല്ല ഫുഡുണ്ട് അവിടെ, മീനും ചിക്കനും ഒക്കെ ഇഷ്ടംപോലെ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെന്താ വേണം? ഒരു കാര്യം അറിയാൻ വേണ്ട, ആ പെൺകുട്ടി വേറൊരു പയ്യനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുകയും വേണ്ട. ആലോചിച്ച് നോക്കാം അവനൊരു കാഴ്ചപ്പാട്. എന്തായാലും നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന പല വാർത്തകളിലും വലിയൊരു മോട്ടീവ് എന്ന് പറയാനൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ ഒരു കടം ഉണ്ടെന്ന് പറയുന്നത് പക്ഷേ അവരെ ബാധിക്കുന്ന കാര്യമല്ല. ആ ഒരു കടം തീർക്കുന്നത് അവൻ്റെ വാപ്പയാണ്. അവനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് അവന് സാമ്പത്തികം പഴയ രീതിയിൽ കിട്ടുന്നില്ല വീട്ടിൽ നിന്ന്. അതുതന്നെ ആയിരിക്കാം പ്രശ്നം, അല്ലാതെ ഇവന് കടമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ പല കേസുകളും നമ്മൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, പെട്ടെന്നുണ്ടാകുന്ന എന്തോ ഒരു കാരണം കൊണ്ട് ചെയ്യുന്നു. അത് വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അങ്ങനെ എന്ന രീതിയിൽ പോലീസ് അന്വേഷിച്ച് പോകുമ്പോഴാണ് പിന്നീട് മനസ്സിലാകുന്നത് ഈ പറഞ്ഞ പോലെ മയക്കമരുന്നിനൊക്കെ അടിമയായിരിക്കാമെന്ന്. ഇവിടെയും അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ പയ്യൻ വളരെയധികം മയക്കമരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടിയ ഇനം ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തി തന്നെ ആയിരിക്കും. എന്തായാലും അവനെ ഇതുവരെ വേണ്ട രീതിയിലൊന്നും ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം ഇവൻ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലാണ്. ഇവൻ വിഷം അടിച്ചിട്ട് കിടക്കുവാണല്ലോ. അപ്പോൾ ഇവൻ്റെ കൈ കിട്ടിയാൽ മാത്രമേ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ കൂടുതൽ നമുക്ക് എന്താണെന്നുള്ള വ്യക്തത വരുത്തത്തുള്ളൂ.